മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിനിടെ AICC നിരീക്ഷകർ UDF ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഓരോ പാർട്ടി നേതാക്കളുമായും പ്രത്യേകമായാണ് കൂടിക്കാഴ്ച. AICC നിരീക്ഷകർ നിലപാട് അറിയിച്ചതായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പാർട്ടിയുടെ ഒപ്പീനിയൻ അവരോട് അറിയിച്ചു. അത് ഇനി അവരുടെ ലീഡർഷിപ്പിനെ അറിയിച്ച് അവിടുന്ന് പിന്നെ എന്താ അതിൻ്റെ നടപടിക്രമം എന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളുടെ തീരുമാനം അവരെ അറിയിക്കും. പൊതുവികാരം കണക്കിലെടുത്തുള്ള തീരുമാനം എത്രയും വേഗം ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് പറഞ്ഞു. A quick decision should be taken. Decision as early as possible, taking into consideration the public opinion in Kerala. Should be taking into consideration the public opinion in Kerala. Better to be an existing MLA. മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ തീരുമാനിക്കാമെന്നും ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും RSP നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞു. പറഞ്ഞ പോലെ കേരളത്തിലെ രാഷ്ട്രീയം, ഈ തെരഞ്ഞെടുപ്പ് വിജയം, അതിൻ്റെ എല്ലാ പശ്ചാത്തലവും ഞങ്ങൾ ചർച്ച ചെയ്തു. കോൺഗ്രസ് പാർട്ടി ഏത് നേതാവിനെ തീരുമാനിക്കുന്നോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. പൊതു ചർച്ച മാത്രമേ ഉള്ളൂ, ആര് വേണമെന്നൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ RSPയുടെ നിലപാട് അറിയിച്ചു. പൊതുവേ ഉള്ള ആശയവിനിമയം അല്ലേ, ഞങ്ങളുടെ അടുത്ത് ആര് വേണമെന്ന് അവർ ചോദിച്ചില്ല, ഞങ്ങളോട്ട് പറഞ്ഞില്ല, അങ്ങനെയുള്ള ചർച്ചയല്ല. വിനേഷ് കുമാർ തിരുവനന്തപുരത്തും ചേർന്നു തത്സമയം കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച അത് ഇപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിലെ നിയുക്ത MLA-മാരെ മാത്രമല്ല AICC നിരീക്ഷകർ കാണുന്നത്, ഘടകകക്ഷി നേതാക്കളെ കാണുന്നു. അങ്ങനെ ഒരു സമഗ്രാഭിപ്രായം അറിയുക എന്നുള്ളതാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? പ്രജിൻ, ഇത് സംബന്ധിച്ചുള്ള ഈ ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മാക്കനും അതുപോലെ തന്നെ മുകുൾ വാസനിക്കും അല്പസമയം മുമ്പ് പുറപ്പെട്ടു ഡൽഹിയിലേക്ക് പോയി. ഇന്നു രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറും എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും നമുക്കറിയാം, കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ UDF-നകത്തെ പ്രബല കക്ഷി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞിരിക്കുന്നു. ജനകീയ പിന്തുണ, അതായത് മുസ്ലിം ലീഗ് ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാട്, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു നിലപാടുണ്ട്. ആ നിലപാട് വളരെ കൃത്യമായി തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, PJ ജോസഫ് ഉൾപ്പെടെ സംസാരിച്ചു. അവരും ജനകീയ പിന്തുണയുള്ള ഒരാൾ തന്നെ മുഖ്യമന്ത്രിയാവണമെന്നുള്ളൊരു നിലപാടാണ്. പ്രധാനമായും ഈ ആളുകളോട്, അതായത് ഈ നിരീക്ഷകർ ആര് മുഖ്യമന്ത്രിയാവണം എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ജനകീയ സ്വഭാവമുള്ള, എങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആൾ മുഖ്യമന്ത്രിയാവണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിരീക്ഷകർ ഇത് കഴിഞ്ഞ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത് ഈ ഘടകകക്ഷികളുമായി മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഘടകകക്ഷി നേതാക്കൾക്കും ഓരോ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. ആ സമയമനുസരിച്ചാണ് ഇവരെ കാണുകയും ഈ നിരീക്ഷകരുമായി കാര്യങ്ങൾ, അവർക്ക് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇപ്പോൾ സംഘം മടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങുക. പ്രജിൻ, ശരി. വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.